ചിന്നിച്ചെറിയ ശവശരീരങ്ങൾക്ക് ഇടയിൽ നിന്ന് റിപ്പോർട്ടർമാർ റിപ്പോർട്ട് ചെയ്യാൻ ആവേശം കാണിച്ചേക്കാം. കാതടപ്പിക്കുന്ന ശബ്ദങ്ങൾക്ക് ചെവിയോർക്കാൻ ചില ഉത്സവപ്രേമികളെങ്കിലും താല്പര്യവും കമ്പവും കാണിച്ചേക്കാം. പക്ഷേ കമ്പക്കട്ടുകൾക്ക് വേണ്ടി ഒരുക്കുന്ന വെടിമരുന്നുകൾ അത്യുഗ്ര സ്ഫോടനത്തോടുകൂടി അതിൽ ജോലി ചെയ്യുന്നവരെ മാത്രമല്ല അയൽപക്കത്തെ വീടുകളെയും കാടുകളെയും എല്ലാം നശിപ്പിക്കുന്നതിന് അതൊരു ന്യായീകരണമാവില്ല. ഇതെത്ര നാളായിട്ട് തുടരുന്നു? പോരുവഴിയിലെ മലനട വെടിക്കെട്ട് അപകടം, ചിന്നിച്ചെറിയ ശരീരങ്ങൾ നമ്മൾ കണ്ട് മനം മടുത്തതാണ്. ഇനിയൊരു വെടിക്കെട്ട് വേണ്ട. അവിടുന്ന് ഇങ്ങോട്ട് ഒരു മാനദണ്ഡവുമില്ലാത്ത എത്രയെത്ര അപകടങ്ങൾ. വിതുരനഗറിൽ ഈ പടക്കങ്ങൾ ഒരുക്കാൻ വേണ്ടി നടന്ന സന്നാഹങ്ങൾക്കിടയിൽ കഴിഞ്ഞ ദിവസവും അപകടം. അത് തമിഴ്നാടായതുകൊണ്ട് സംസ്ഥാനത്തിനകത്തുള്ളതല്ലെന്ന് നമുക്ക് ന്യായീകരിക്കാം. പക്ഷെ പുറ്റിങ്ങൽ ദുരന്തം നടന്നിട്ട് ഇപ്പോൾ 10 വർഷമായിരിക്കുന്നു. 10 വർഷം മുമ്പ് നടന്നതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ തൃശ്ശൂരിൽ പൂരം ആരംഭിക്കുന്നതിന് മുമ്പേ നടന്ന ആ വെടിക്കെട്ട്? അവിടെ ജോലി ചെയ്തിരുന്നത് 40 പേരാണെന്നാണ് ഊഹിക്കുന്നത്. 14 ശവശരീരങ്ങൾ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ട്. മറ്റു ശവശരീരങ്ങളൊക്കെ ഛിന്ന ഭിന്നമായ രീതിയിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം, കൂട്ടിച്ചേർക്കാൻ കഴിയാത്ത വിധത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് കൗതുകമുള്ള ഒരു സത്യമല്ല, തീർച്ചയായിട്ടും നമ്മുടെ മനസ്സുകളെ മതിക്കേണ്ട സത്യമാണ്. നമ്മുടെ മനസ്സുകളെ അങ്ങനെ മതിക്കുമ്പോൾ ആ ആളുകളുടെ വീടുകളിൽ ഉള്ള കൊച്ചുമക്കളെ, ഭാര്യയെ, അച്ഛനെ, അമ്മയെ ഒക്കെ ഏതൊരു തരം മഥനമാണ് അവരുടെ മനസ്സുകളിൽ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. സഹതാപത്തോടെയല്ല, അനുതാപത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. നമ്മളായിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നൊരു ചിന്ത വേണം. ആ ചിന്തയിൽ നിന്നാണ് വിവേകം ഉണ്ടാവുന്നത്. ഇത്തരം വെടിക്കെട്ടുകൾ ആർക്കു വേണ്ടിയാണ് എന്നൊരു ചിന്ത. നമ്മൾ കാടുകളിലും കാടിൻ്റെ തീരങ്ങളിലുമൊക്കെ വെടിയുതിർക്കുന്നത്, ഉഗ്ര ശബ്ദമുണ്ടാക്കുന്നത് ആനകളെ വിരട്ടി ഓടിക്കാനാണ്. ദേവാലയങ്ങളുടെ മുറ്റങ്ങളിൽ ഈ ഉഗ്രസ്ഫോടനങ്ങൾ സൃഷ്ടിക്കുന്നത് ആരെ വിരട്ടി ഓടിക്കാനാണ്? ജനങ്ങളെയോ അതോ അധിഷ്ഠാന ദേവതയെയോ? എന്തിനെ ഓടിക്കാൻ വേണ്ടി? ആരെയാണ് ഇവിടുത്തെ? ഏത് ശാസ്ത്രമാണ്, ഏത് ഉപനിഷത്താണ്, ഏത് വേദമാണ് ഇങ്ങനെ വെടിക്കെട്ടുകൾ എന്ന് പറയുന്നത്, ആചരിക്കണമെന്ന് പറയുന്നത്? ഏത് ആചാരത്തിൻ്റെ ഭാഗമാണത്? സുപ്രീം കോടതി തന്നെ പലതവണ ഇതിൻ്റെ വീര്യം കുറയ്ക്കണം, വെടിമരുന്നിൻ്റെ വീര്യം, ഉൾക്കൊള്ളുന്ന വെടിമരുന്നിൻ്റെ വീര്യം കുറയ്ക്കണം, ആ ഉണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ ഡെസിബൽ കുറയ്ക്കണം, മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഈ മാനദണ്ഡങ്ങൾ പാലിപ്പിക്കാൻ പരിശ്രമിക്കേണ്ട നിയമപാലകർ. അവരുടെ കൺസേൺ എന്ന് പറയുന്നത് അല്ല ഇത്. അവരുടെ കൺസേൺ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ, മന്ത്രിമാരുടെ, അതുപോലെ തന്നെ VIP-കളുടെ ഒക്കെ സുരക്ഷ ഒരുക്കുന്നതിലാണ്. അതിലൊരു ചെറിയ വീഴ്ച വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട്, ഗോളാന്തര പ്രശ്നമായിട്ട് മാറുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ മനുഷ്യൻ്റെ പച്ച ജീവൻ നഷ്ടപ്പെടുമ്പോൾ അത് അങ്ങനെ പരിഗണിക്കപ്പെടുന്നുണ്ടോ? ആരെന്ന് പോലും തിരിച്ചറിയാനാവാത്ത വിധം മൃതശരീരങ്ങൾ കുന്നുകൂടി കിടക്കുമ്പോൾ, കടവർ നായ്ക്കൾ അവയ്ക്കായി പരുതുമ്പോൾ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അത്ര ദുർഗമമായ പ്രദേശങ്ങളില്ലാത്ത കൊച്ചു കേരളത്തിലാണ് കടവർ നായ്ക്കൾ. എന്താണ് ഈ കടവർ എന്ന് പറഞ്ഞാൽ? മൃതദേഹം എന്നാണ്. മെഡിക്കൽ കോളേജുകളിലൊക്കെ പഠിക്കാനും കീറിമുറിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ശവശരീരങ്ങൾ, ആ ശവശരീരങ്ങൾ പോലെയായി ഇന്നവരെ വരെ പച്ച ജീവനോട് പോലെ ഇരുന്ന മനുഷ്യർ, അത് വളരെ എക്സ്പീരിയൻസ് ഉള്ള വെടിക്കെട്ടുകാരാണ് കേട്ടോ, കുറഞ്ഞവരൊന്നുമില്ല, സതീഷിനെ പോലുള്ള. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഛിന്ന ഭിന്നമായ ശരീരങ്ങളായിട്ട് മാറുമ്പോൾ കടാവർ നായ്ക്കളുടെ സഹായം നമ്മൾ തേടേണ്ടി വരുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത്, നമ്മളുടെ ശരീരമാണ് അങ്ങനെ തേടേണ്ടി വരുന്നതെങ്കിലോ എന്നുള്ള ഒരു അനുതാപം നമുക്കുണ്ടാവേണ്ടതല്ലേ? അപ്പം നമ്മളുടെ ഈ അറിവിൽ നിന്നും, നമ്മുടെ തിരിച്ചറിവിൽ നിന്നും, നമ്മളുടെ മനസ്സിൻ്റെ മഥനത്തിൽ നിന്നുമാണ് ഒരു പരിഹാരം ഉരുത്തിരിഞ്ഞു വരേണ്ടത്. ഇത്തരം വെടിക്കെട്ടുകൾ നമുക്ക് വേണ്ട, അതിൻ്റെ സന്തോഷം നമുക്ക് വേണ്ട, അതിൻ്റെ ഒരു ലഹരി നമുക്ക് വേണ്ട, ആ ശബ്ദലഹരി നമുക്ക് വേണ്ട എന്നുപേക്ഷിക്കുകയല്ലേ വേണ്ടത്? ഉത്സവത്തിന് മറ്റെല്ലാം കാര്യങ്ങളുണ്ട്.
അതുമല്ല കുടമാറ്റം, അതിൻ്റെ ഏറ്റവും വർണ്ണപ്പകിട്ടാർന്ന ഒരു ഭാഗം പൂരത്തിൻ്റെ ആണെങ്കിൽ കുടമാറ്റമാണ്, വർണ്ണാഭമായ കുടമാറ്റം. ഇനി നിങ്ങൾക്ക് വെടിമരുന്ന് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനു പകരമായിട്ടുള്ള ലേസറുകളുണ്ട്. ലേസറുകൾ കൊണ്ട് അതിനേക്കാൾ വർണ്ണശബലമായ ചിത്രങ്ങൾ ആകാശത്തിൽ, മഹാകാശത്തിൽ രചിക്കാൻ നമുക്ക് കഴിയും. ചൈന പോലുള്ള രാജ്യങ്ങളും പരിഷ്കൃതമായിട്ടുള്ള പല യൂറോപ്യൻ രാജ്യങ്ങളും ആ തരത്തിലുള്ളതാണ്. നമ്മൾ ഒളിമ്പിക്സിന് പോലും കണ്ടിട്ടുണ്ട്. വെടിക്കെട്ടിൻ്റെ ശബ്ദമാണോ നമ്മൾ കേൾക്കുന്നത്, ആരവമാണോ നമ്മൾ കേൾക്കുന്നത്? ലേസർ ബീംസിൻ്റെ കളിയാണ് നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന, മനുഷ്യ മനസ്സുകളെ കോരിത്തെരിപ്പിക്കുന്ന രീതിയിലുള്ള ആ വർണ്ണ ചിത്രങ്ങൾ. അതിനെന്താ കുഴപ്പം? നമുക്ക് ഈ ശബ്ദം കൊണ്ട് ശബ്ദം കൊണ്ട് നമ്മുടെ ജീവൻ പോകുന്ന പ്രശ്നം മാത്രമല്ല, ഇത് കേട്ടു നിൽക്കുന്നവരിൽ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങൾ കാതിനെ മാത്രമല്ല ബാധിക്കുക എന്നുകൂടി ഓർക്കുക. കാരണം ഈ നമ്മളെ ശബ്ദം കേൾപ്പിക്കുന്ന നാഡീവ്യൂഹങ്ങളുടെ എല്ലാം കേന്ദ്രമെന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറാണ്. ആ തലച്ചോറിനെ തന്നെ ബാധിക്കുന്നതാണ്. ചെവി പൊട്ടുപോയാൽ കുഴപ്പമില്ല, തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ കാതുകൾക്ക് അതുപോലെ തന്നെ തലച്ചോറിന് താങ്ങാവുന്ന ശബ്ദകോശത്തിൻ്റെ ഡെസിബലിന് ഒരു പരിധിയുണ്ട്. അതിനപ്പുറമുള്ളത് ചെന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും നമ്മുടെ ബുദ്ധി കേന്ദ്രത്തിന് ഉണ്ടാക്കുമെന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ പറയുന്നത്. അത്തരം ഒരു പരിതോവസ്ഥ നമ്മളിലുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം ആഘോഷങ്ങൾക്ക് ഈ പരിഷ്കൃത ലോകത്ത് ഇനി സാങ്കത്യമുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉദിക്കുകയാണ്. തന്നെയുമല്ല, സുപ്രീം കോടതി ഇതിന് നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതല്ല നമ്മുടെ വെടിക്കെട്ടുകൾ എന്നതുള്ളതും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ അതിദാരിദ്ര്യത്തെ ഒരു വശത്തുകൂടി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിപ്പോഴും പൂർണ്ണമായിട്ടില്ല. മറുവശത്തുകൂടി ഇതിനു വേണ്ടി ചെലവഴിക്കപ്പെടുന്നത്, കണക്കിനെഴുതപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയാണ്. തീർച്ചയായിട്ടും സമ്മതിക്കുന്നുണ്ട്, ഒരുപറ്റം തൊഴിലാളികൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു. പക്ഷെ ആ തൊഴിലാളികളുടെ ജീവനൊരു സുരക്ഷതയില്ലെങ്കിൽ, ജീവന് സുരക്ഷ കൊടുക്കാൻ പറ്റുന്നതല്ല തൊഴിലെങ്കിൽ, അതൊരു അത്യാവശ്യമായിട്ടുള്ള തൊഴിലല്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മൈനിങ് പോലുള്ള തൊഴിൽ, അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു റിസ്ക് ഉണ്ട്. പക്ഷേ അത് അത്യാവശ്യമാണ്. മനുഷ്യജീവിതം മുന്നോട്ട് പോകുവാൻ, നമ്മുടെ സാമ്പത്തിക നിലനിർത്താൻ, നമ്മുടെ അത്യാവശ്യങ്ങൾ സാധിക്കാനൊക്കെ മൈനിങ് എന്ന് പറയുന്ന ഖനനം ഒരു അത്യാവശ്യമായിട്ടുള്ള തൊഴിൽ തന്നെയാണ്. അവിടെ കുറേ പേര് ഉണ്ടാവേണ്ടി വരും. യുദ്ധം, പട്ടാളക്കാർ, റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് പോലെ. പക്ഷേ ഇതങ്ങനെയാണോ? ചിലരുടെയൊക്കെ ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഇത്തരം ശബ്ദാഡംബരങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഗണത്തിൽപ്പെട്ടതാണ്. അതിൻ്റെ മറ്റ് ഭാഗങ്ങൾ, അതിൻ്റെ വർണ്ണാഭമായ ഭാഗങ്ങൾ നിലനിന്നു കൊള്ളട്ടെ. ദീപാവലി വരുമ്പോഴും അതുപോലെ തന്നെ അതിൻ്റെ കളറിന് പ്രാധാന്യം, മത്താപ്പ്, അതുപോലെയുള്ള പൂച്ചക്രം, ഇങ്ങനെയുള്ള തറചക്രം, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ശബ്ദം കൊണ്ട് മറ്റുള്ളവരെ ശല്യപ്പെടുത്താത്ത ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഈ ശബ്ദം മനുഷ്യരെ മാത്രമല്ല ഉറക്കം കെടുത്തുന്നത്, പക്ഷികളെയും പക്ഷി മൃഗാദികളെയും എല്ലാം തന്നെ അത് വളരെ വലിയ തോതിൽ ബാധിക്കുന്ന, അവരുടെ ആ ഒരു ഇക്കോസിസ്റ്റത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒന്നാണ്. അത് തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടേണ്ട ഒന്നാണെന്ന് വിവേകമതികളായിട്ടുള്ള ആൾക്കാർ പറയുന്നു. ഇതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ രംഗങ്ങളിലൊക്കെ പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവണമെന്നുള്ളത്. അതൊരിക്കലും ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു കാര്യവും നിലനിൽക്കുന്നു. പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത്, സാധാരണഗതിയിൽ വയലുകളിലും മറ്റുമാണ് ഈ വെടിക്കെട്ടുകൾ നടക്കുന്നതെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ നഗരമധ്യത്തിൽ ആളുകൾക്കിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇത് വടക്കുംനാഥൻ തന്നെ നൽകിയ ഒരു മുന്നറിയിപ്പാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ആ മുന്നറിയിപ്പിൻ്റെ ഗൗരവം ഏറ്റെടുത്തുകൊണ്ട് ഈ പൂരപ്രേമികളും അതുപോലെ തന്നെ വെടിക്കെട്ട് പ്രേമികളും കമ്പപ്രേമികളും ഒക്കെ ഉചിതമായ തീരുമാനങ്ങളിലേക്ക്, ഈ വർഷത്തത് മാത്രമല്ല അടുത്ത വർഷങ്ങളിലേക്ക് കൂടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യണം, ആ തീരുമാനത്തിലേക്ക് വരണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക്, ആരൊക്കെയാണെന്ന് ഇപ്പോഴും വ്യക്തമല്ല, 40 പേരുണ്ടായിരുന്നതാണ്, 14 ദേഹങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവരോടെല്ലാം, അവരുടെ കുടുംബങ്ങളോടെല്ലാം നമ്മുടെ അനുതാപം അറിയിച്ചുകൊണ്ട് തന്നെ അത്തരം തീരുമാനങ്ങളിലേക്ക് നമ്മുടെ നാട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അഭ്യർത്ഥന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.